Hello students, welcome to the sixth session in the fifth module. In the previous session we have discussed about simple harmonic motion, that means SHM. SHM, we have derived an equation for differential equation d square x by dt square plus omega square x is equal to 0, and obtained omega is root a by x, right? Root a by x, where a is acceleration, x is the displacement. Now we'll move back to the spring mass system. നമ്മുടെ സ്റ്റാർട്ടിങ് ഒരു എക്സാമ്പിളായിട്ട് വൈബ്രേറ്ററി മോഷൻ ഒരു എക്സാമ്പിളായിട്ട് സ്പ്രിംഗ് മാസ് സിസ്റ്റമാണ് പറഞ്ഞത്. സോ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൽ സപ്പോസ് I have got a spring and a mass is attached at the end of that spring. One end is held at some support. Suppose I have compressed this spring. So what will happen? Spring compress ചെയ്യപ്പെടും അല്ലേ? Spring compress ചെയ്യപ്പെടും. And due to the natural property of the spring opposes the applied force. അപ്പോൾ ഞാനൊരു അപ്ലൈഡ് ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്തിട്ടാണ് ഇതിനെ കംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നാച്ചുറൽ പ്രോപ്പർട്ടി കാരണം സ്പ്രിങ് വിൽ ട്രൈ ടു ഓപ്പോസ് ദിസ് കംപ്രസിങ് ഫോഴ്സ്. അല്ലേ? ദ ഓപ്പോസിങ് ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു ദ സപ്പോസ് ദിസ് displacement is something around x. So some opposing force will be the restoring force or spring force. F will act downwards so that it will restore the spring to its equilibrium position. Equilibrium position ഈ പൊസിഷനിലേക്ക് റിസ്റ്റോർ ചെയ്യുന്ന രീതിക്ക് ഇവിടുന്ന് തിരിച്ച് ഇവിടത്തേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് ഒരു സ്പ്രിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യും. സോ ദാറ്റ് എഫ് എസ് ഈസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു എക്സ്. അപ്പോൾ എത്രത്തോളം ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നോ ആ എക്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്പ്രിംഗ് ഫോഴ്സ്. സോ സ്പ്രിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സ്പ്രിംഗ്. It is proportional to x, and Fs can be written as some constant k into x. So this k is known as stiffness. K is spring stiffness. Spring stiffness or constant of spring constant or spring constant in number. Spring constant. K. So Fs is nothing but kx, or k can be defined as Fs by x. So that means unit of stiffness will be Newton per meter. Newton per meter ആയിരിക്കും യൂണിറ്റ്. അപ്പോൾ ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റിന് എത്ര എന്തുണ്ടാക്കുന്നു? റിസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാക്കുന്നു. അതാണ് കെ. സ്പ്രിംഗ് സ്റ്റിഫ്നെസ് എന്ന് വെച്ചാൽ ദ amount of force developed in order to counteract unit displacement. യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ എത്ര റിസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു, അതാണ് സ്റ്റിഫ്നെസ് എന്ന് പറയും, സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ്. ഓക്കെ. സോ അപ്പോൾ നമ്മൾ ഈ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഒന്ന് കണ്ടു. സോ വെൻ ദ വൈബ്രേറ്റിംഗ് ബോഡി ഓഫ് എ സിസ്റ്റം ഹാസ് ടു move through a to and from motion along a straight line, the vibration is called linear vibration or longitudinal vibration. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ വെച്ചാൽ ആക്ച്വലി ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് അല്ലേ? ഇതൊരു ലീനിയർ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. ദിസ് ആൻ എക്സാമ്പിൾ ഫോർ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. നമ്മളെ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷനും ട്രാൻസ്വേഴ്സ് വൈബ്രേഷനാണ് നമ്മളെ ടു ആൻഡ് ഐ മീൻ പെൻഡുലം. മോഷൻ ഓഫ് പെൻഡുലം ഈസ് an example for transverse vibration, and another one more vibration is that is torsional vibration. Now this spring mass system is an example for longitudinal vibration. So consider a spring of stiffness k. Okay, k stiffness ഉള്ളൊരു സ്പ്രിങ് കൺസിഡർ ചെയ്യാം. And a body of mass m is attached to one end. Okay, so here is a figure. I'll draw the figure. അപ്പോൾ ഒരെൻഡിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തൊരു സ്പ്രിങ്ങിന് ഒരെൻഡിൽ ഞാൻ ആക്ച്വലി ഇതായിരുന്നു സ്പ്രിങ് ഇനീഷ്യലി ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്പ്രിങ്ങിൻ്റെ അറ്റത്ത് ഒരു മാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രിങ് ജസ്റ്റ് ഇലോങ്ങേറ്റ് ചെയ്ത് ജസ്റ്റ് ഈ ഒരു ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ ഡെൽറ്റ എന്ന് വിളിക്കും. ഡെൽറ്റ ഈസ് നത്തിങ് ബട്ട് സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ. സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ. അപ്പോൾ ഒരു
മാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ഒരു ഇലോങ്ങേറ്റ് ചെയ്യപ്പെടും. ആ ഇലോങ്ങേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡെൽറ്റ എന്ന് വിളിക്കും. ഡെൽറ്റ ഇസ് നോൺ എസ് സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ. So when m is added, it is elongated by delta. So in equilibrium position the net force on the body is 0. അപ്പോൾ ഇവിടെ ആക്ച്വലി താഴേക്ക് എന്തുണ്ട്, എം ജി എന്നുള്ളൊരു ഫോഴ്സ് ഉണ്ട്, മുകളിലേക്ക് എന്തുണ്ട് റിസ്റ്റോറിങ് ഫോഴ്സ് എന്തായിരിക്കും. റിസ്റ്റോറിങ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ, സ്പ്രിങ് കോൺസ്റ്റന്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് കെ ഇൻറ്റു ഡെൽറ്റ. അപ്പോൾ മുകളിലേക്ക് കെ ഡെൽറ്റ, എം ജി വിൽ ബി ഈക്വൽ ടു കെ ഡെൽറ്റ. കാരണം ഇത് ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് എം ജി ഷുഡ് ബി ഈക്വൽ ടു കെ ഡെൽറ്റ. ദാറ്റ് മീൻസ് എം ജി മൈനസ് കെ ഡെൽറ്റ ഈക്വൽ ടു 0 എന്നും എഴുതാം. അപ്പോൾ എം ജി ഈക്വൽ ടു കെ ഡെൽറ്റ എന്ന് എഴുതാം. Now when the body is displaced by an amount of x from the equilibrium position by an external force, ഞാൻ ഇതിനെ ഒരു എക്സ് എന്നുള്ളൊരു ഡിസ്റ്റൻസിലേക്ക് ഇതിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ മാസ് ഇവിടെ എത്തി. സ്പ്രിങ് ആക്ച്വലി ഇവിടെ ഉണ്ടായ സ്പ്രിങ് വീണ്ടും ഇലോങ്ങേറ്റ് ചെയ്ത് ഇത്രയും ഇലോങ്ങേറ്റ് ചെയ്യപ്പെട്ടു. ഒരു ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാനിതിനെ ഇലോങ്ങേറ്റ് ചെയ്തത്. അപ്പോൾ ആക്ച്വലി ഇത് എക്സ് എന്നുള്ളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിന് സംഭവിച്ചു, അല്ല എക്സ് എന്നുള്ളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു. ഇനി ഞാൻ ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് ഐ റിമൂവ് ദി എക്സ്റ്റേണൽ ഫോഴ്സ്, ഇറ്റ് വിൽ വൈബ്രേറ്റ് ബിറ്റ്വീൻ ടു എക്സ്ട്രീം പൊസിഷൻസ് വിത്ത് ആംപ്ലിറ്റ്യൂഡ് എക്സ്. അപ്പോൾ ഇതായിരുന്നു ഇക്വിലിബ്രിയം പൊസിഷൻ. അത് എന്ത് സംഭവിക്കും, ഈ മാസ് ടു ആൻഡ് ഫ്രോ ഒരു എക്സ്, ഇത് ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഒരു എക്സ് താഴേക്ക് മുകളിലേക്ക്, ഇതൊരു എക്സ് താഴേക്ക് ഇതൊരു എക്സ് മുകളിലേക്ക്, ഇങ്ങനെ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് അല്ലേ, വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് ആദ്യം എക്സ് താഴേക്ക്, പിന്നെ എക്സ് മുകളിലേക്ക്, എക്സ് താഴേക്ക് മുകളിലേക്ക്, എക്സ് താഴേക്ക് മുകളിലേക്ക്, അങ്ങനെ ഇത് ഇറ്റ് വിൽ ഗോ ഓൺ vibrating. So when the body is displaced by an amount of x from the equilibrium position by an external force, and if the external force is removed, then the body will vibrate between two extreme positions with amplitude x. അപ്പോൾ ഈ രണ്ട് പൊസിഷൻസ് ആണ് ഏത്, this one 1 and 2, ഇതാണ് രണ്ട് എക്സ്ട്രീം പൊസിഷൻ. മാക്സിമം എക്സ് താഴേക്കും എക്സ് മുകളിലേക്കും ഇങ്ങനെ ആ ഒരു ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്തുള്ളൂ. കൺസിഡർ ദ പൊസിഷൻ ഓഫ് ബോഡി when it is at a distance small x below the equilibrium position. ഓക്കെ, ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ, ഇത് ക്യാപിറ്റൽ എക്സ് ആണ്, ഇനി ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സ്മോൾ എക്സ് ഒരു ഇൻ ബിറ്റ്വീൻ പോയിന്റ് ഞാൻ എടുത്തു. ഇൻ ബിറ്റ്വീൻ പോയിന്റ് ഇതാ, സപ്പോസ് ദിസ് ഈസ് ഇക്വിലിബ്രിയം പൊസിഷൻ and this is small x, and this will be capital X മുകളിലേക്കും ക്യാപിറ്റൽ എക്സ് മുകളിലേക്കും താഴേക്കും. ഇതാണ് ഇതിൻ്റെ എക്സ്ട്രീം പൊസിഷൻ. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു സ്മോൾ എക്സ് ഇത് സ്മോൾ എക്സ് നിർത്തും. ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇത് എക്സ്ട്രീം ബോട്ടം ആൻഡ് ടോപ്പ് പൊസിഷൻസ്. ഇതിൻ്റെ ഇടയിൽ സ്മോൾ എക്സ് നിർത്തും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മാസ് എം, ഇതിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കെ ആണ്. അപ്പോൾ ഇതിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇപ്പോൾ ഞാൻ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ താഴേക്ക് എന്തുണ്ട്, എം ജി എന്നുള്ളൊരു ഫോഴ്സ് ഉണ്ട് അല്ലേ. മുകളിലേക്ക് എന്തുണ്ടാവും, ഓൾറെഡി ഡെൽറ്റ എന്നുള്ള സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഉണ്ട് അല്ലേ, കാരണം ഇനീഷ്യൽ മാസ് ഇല്ലാതെ സ്പ്രിങ് ഇവിടെയായിരുന്നു. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റയാണ്. അപ്പോൾ ഡെൽറ്റയുണ്ട്, ഈ ഒരു ഡിസ്റ്റൻസിലേക്ക് എന്തുണ്ട്, എക്സും ഉണ്ട് അല്ലേ, അപ്പോൾ മുകളിലേക്ക് എന്തൊക്കെ ഫോഴ്സസ് ഉണ്ടാവും, കെ എക്സും ഉണ്ടാവും, കെ ഡെൽറ്റയും ഉണ്ട് അല്ലേ, കെ എക്സ് പ്ലസ് കെ ഡെൽറ്റ, അല്ലെങ്കിൽ കെ എക്സ് പ്ലസ് ഡെൽറ്റ എന്നുള്ളൊരു വാല്യൂ ആയിരിക്കും മുകളിലേക്കുള്ള റെസ്റ്റോറിങ് ഫോഴ്സ്. താഴേക്ക് എം ജി, മുകളിലേക്ക് കെ എക്സ് പ്ലസ് ഡെൽറ്റ. സോ mg will be equal to kx plus delta, or mg minus kx plus delta will be 0. നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ബോഡി മോഷനിലായതുകൊണ്ട് തന്നെ നമുക്ക് 0 എന്ന് ഇടാൻ പറ്റുമോ? ഇത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം അല്ലല്ലോ, ഇത് ഡൈനാമിക് ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ ഇവിടെ എം എ എന്നുള്ളൊരു ഇനേഷ്യ ഫോഴ്സ് വരും,
The body is in motion, net force will be equal to the mass times acceleration. Mass into acceleration equal ആയിരിക്കും. അപ്പോൾ എം ജി മൈനസ് കെ എക്സ് മൈനസ് കെ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ. എക്ക് പകരം നമുക്ക് എന്താ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ്, നമ്മളെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആണ്, അല്ലേ? എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് ഡി എക്സ് ബൈ ഡി ടി ആയിരിക്കും വെലോസിറ്റി, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആയിരിക്കും ആക്സലറേഷൻ. നമുക്ക് ഇത് ഇവിടെ എന്തുണ്ടാവും, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആക്സലറേഷൻ. ബട്ട് എം ജി ഈക്വൽ ടു കെ ഡെൽറ്റ ആണ്, നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. എം ജി കെ ഡെൽറ്റക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതും നമുക്ക് എന്താ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള എന്താണ്, എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ്. അപ്പോൾ മൈനസ് കെ എക്സ് ഒന്നിച്ച് ഒരു സ്ഥലത്തേക്ക് ഒരേ സൈഡിലേക്ക് കൊണ്ടുവരുന്നത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ അല്ലെങ്കിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന്. കെ ബൈ എം ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ, എസ് എച്ച് എമ്മിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 എന്നാണ് എഴുതിയത്. പക്ഷേ ഈ ഇക്വേഷൻ ഇതുമായിട്ട് ഇത് 1 ഇത് 2, എസ് എച്ച് എമ്മിൻ്റെ ഇക്വേഷനും ഇതൊരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ. രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം എന്നിട്ട് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം എന്നിട്ട് ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് കെ ബൈ എം എന്നിട്ട് ഒമേഗ ഈക്വൽ ടു റൂട്ട് കെ ബൈ എം. സിൻസ് ദ സിസ്റ്റം വൈബ്രേറ്റ്സ് ഫ്രീലി ദ ഫ്രീക്വൻസി ഈസ് കോൾഡ് നാച്ചുറൽ ഫ്രീക്വൻസി. ഇവിടെ ഡാമ്പിംഗ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഇത് ഫ്രീ വൈബ്രേഷൻ, ഇത് ഫ്രീ വൈബ്രേഷൻ ആണ്, ഫോഴ്സ് ഇല്ല, ഡാമ്പിംഗ് ഇല്ല, ഫ്രീ വൈബ്രേഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസി, ഒമേഗ എന്ന് വെച്ചാൽ നാച്ചുറൽ ഫ്രീക്വൻസി. So natural frequency of a spring mass system omega n is equal to root of stiffness by mass of the system. ഇത് ഒമേഗ എൻ ആണ്. ഒമേഗ എൻ എന്ന് വെച്ചാൽ ഒമേഗ എൻ നമ്മൾ ടൈം പീരീഡ് ടി പി എന്താണ്, 2π ബൈ ഒമേഗ ആണ്. 2π ബൈ ഒമേഗ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π ബൈ റൂട്ട് കെ ബൈ എം or 2π root m by k. And frequency എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നതായിരിക്കും 1/TP ആണ്, അല്ലേ? 1/TP വെച്ചാൽ 1/2π ഇൻറ്റു റൂട്ട് കെ ബൈ എം. 1/2π റൂട്ട് കെ ബൈ എം. നാച്ചുറൽ ഫ്രീക്വൻസി. This is expression for natural frequency of undamped free linear vibration. ഇതിൻ്റെ ഇക്വേഷൻ ആണ് ഇപ്പോൾ. ഓക്കെ, this I think we can wind up this session. Thank you.